ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറി നാളത്തെ ഗ്യാപ്പൊക്കെ ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. പുതിയൊരു വർഷമല്ലേ, പുതിയൊരു തുടക്കമാവട്ടെ എന്ന് ഓർത്തു. ഞാനങ്ങനെ ഒന്ന് തൃപ്പൂണിത്തുറയ്ക്ക് ഒന്ന് കറങ്ങാൻ പോവാണ് കേട്ടോ. വേറൊന്നുമല്ല, കണി വയ്ക്കാനുള്ള സാധനങ്ങളും അങ്ങനെ അല്ലറ ചില്ലറ കൊച്ചു വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാനാണ്. പ്രാവശ്യം ആരും എൻ്റെ കൂടെ ഇല്ല, ഞാൻ തന്നെയാണ്. അതാണ് ഫോണൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം വീഡിയോ സെറ്റാവുന്നൊന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വിഷു ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറക്കാർക്കൊരു പ്രത്യേക വൈബാണ്. കാരണം റോഡിലും കടകളിലും എല്ലാം ഫുൾ ലൈറ്റും പൂക്കളും ഫ്രൂട്ട്സ് അങ്ങനെ ഫുൾ എവിടെ നോക്കിയാലും നല്ല കളർഫുള്ളായിട്ടാണ് കാണാവുന്നത്. തൃപ്പൂണിത്തുറയിൽ ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മുടെ വിഷുവിൻ്റെ ആഘോഷം. ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കടകൾ കാണാം. പൂക്കളും പച്ചക്കറികളും കണി ഐറ്റംസും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കടകളുണ്ട്. ഞാനങ്ങനെ തപ്പി ആദ്യം നിർത്തിയത് ഒരു ചക്കയും കണിവെള്ളരിയൊക്കെ വെക്കുന്ന കടയിലാണ്. ആ കടയിൽ നിന്ന് ഞാൻ കാര്യമായ സാധനങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. ഞാൻ ഓർത്തു ഇങ്ങനെ ഇഷ്ടംപോലെ കടകൾ എടുക്കല്ലേ, എല്ലായിടത്തേക്കും ഒന്ന് കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നിടത്തൊന്ന് വാങ്ങാമെന്ന്. ഈ ലെഫ്റ്റ് സൈഡ് മുഴുവൻ നമ്മുടെ ഇത് പൂക്കളൊക്കെ വെക്കുന്ന കടയാണ്. എല്ലാം ഈ തമിഴ്നാട്ടിൽ നിന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഒരു ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു കടയിൽ ഹസ്ബൻഡാണ്, അടുത്ത കടയിൽ വൈഫാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് വീണ്ടും ഇങ്ങ് പോന്നു. ഈ ലെഫ്റ്റ് സൈഡ് മുഴുവൻ ഫ്രൂട്ട്സിൻ്റെ കടകളാണ്. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്തത് ഇങ്ങ് പോന്നു. ഇനി നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് മുഴുവൻ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടകളാണ്. എല്ലാ കടയിലും നല്ല തിരക്കുണ്ട് കേട്ടോ. പൊതുവേ ഈ സമയത്തൊക്കെ ഓട്ടോയിലായിട്ടും കൊച്ചു കുട്ടികളുടെ കയ്യിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കണിക്കൊന്നപ്പോൾ കാണാറുണ്ട്. ഒരു 50 രൂപയൊക്കെ ആയിട്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒരു കണിക്കൊന്ന വിൽക്കുന്ന ആളെയും കണ്ടില്ല കേട്ടോ. ചില ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്നു കവറൊക്കെ, പക്ഷെ അത് എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. എന്തായാലും ഈ സൈഡിലൊന്നും പാർക്ക് ചെയ്യാനായിട്ട് തന്നെ സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഓർത്ത് ആ സ്റ്റാച്യൂവിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഓരോ കടയിലേക്കൊന്ന് നടന്നു പോകാമെന്ന്. അപ്പം ഒരു 2-3 മിനിറ്റിൽ എത്തേണ്ട സ്ഥലം ഇപ്പോഴും നിരങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്റ്റാച്യു ജംഗ്ഷൻ എത്തി. സാധാരണ ഉള്ള കടകളിലേക്കാൾ ഭയങ്കര കുറവാട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഇത്തിരി വിഷമം തോന്നി, കാരണം ഞാൻ കുറേ പ്രതീക്ഷിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് വണ്ടിയൊക്കെ ഇവിടെ നിന്ന് നിർത്തിയിട്ടിട്ട് പയ്യെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങാമെന്ന്. പിന്നെ ഞാൻ ആദ്യം ഈ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന കടയിലാണ് പോയത്. അവിടെ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. മുന്തിരിങ്ങയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ നല്ല പുളിയുള്ളതെന്ന് ആ ചേട്ടൻ പറഞ്ഞു. പിന്നെ ഞാൻ ഈ കടയിൽ വന്നു. ഇവിടെ നമ്മുടെ മത്തങ്ങയൊക്കെ നോക്കി വന്നു, പക്ഷേ അവിടെ നിന്ന് ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ നടന്നു വന്നപ്പോൾ ഈ ചേച്ചീനെ കണ്ടു. ചേച്ചി മോനും നല്ല ആക്റ്റീവാണ് കേട്ടോ. പിന്നെ ഈ കടയിൽ വന്നപ്പോൾ ഒരു പാവം ചേട്ടൻ അവിടെ നിൽക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ഇത് ഇവിടെ നിന്ന് തന്നെ ആവാമെന്ന് ഓർത്തു. ചേട്ടൻ്റെ ഞാൻ വാങ്ങിയും പിന്നെ നമ്മുടെ ഗ്രേപ്സും വാങ്ങിച്ചു. ഗ്രേപ്സ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ ഗ്രേപ്സ് എടുത്തു. ഇനി കുറേ ഉണ്ണിക്കണ്ണന്മാർ കേട്ടോ. വിഷു ആയി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഉണ്ണിക്കണ്ണന്മാരെ കാണാൻ പറ്റും, ചെറുതും വലുതും ഒക്കെ ആയി. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു മണ്ഡപമുണ്ട്, അതിൻ്റെ അകം നിറയെ കൃഷ്ണന്മാരാണ്. പക്ഷേ അങ്ങോട്ട് നല്ല തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കയറിയേ ഇല്ല കേട്ടോ. പിന്നെ ഇവർ എല്ലാ കൊല്ലവും ഈ ചേച്ചിമാർ ഓരോ കച്ചവടത്തിന് കാണാറുണ്ട്. ഇതെല്ലാം ഓരോ ഐറ്റംസ് വിൽക്കുന്നതും ഓരോരുത്തരാണ് കേട്ടോ. ഒറ്റ സ്റ്റോളായിട്ടിട്ടിരിക്കുന്നേ ഉള്ളൂ. ഫ്രൂട്ട്സ് ഒരു ചേച്ചി, അച്ചാറൊക്കെ ഒരു ചേച്ചിയാണ് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് ബ്ലാക്ക് ഗ്രേപ്സും വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയുടെ കടയിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്ന് ഇവിടുന്ന് ഒരു 2 മുഴം പൂ വാങ്ങിച്ചു. മുഴത്തിന് 40 രൂപയാണ് കേട്ടോ. അപ്പം ഇത്രയും പൂക്കളുണ്ടായിട്ട് ഞാൻ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ ഇവിടെ നിന്ന്. അങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ചേട്ടന്മാർ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കണ്ടു നിന്നു. ഞാൻ നേരത്തെ ഒരു മണ്ഡപത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതിതാണ് കേട്ടോ. ഇവിടെ പൊതുവെ കൾച്ചറൽ പരിപാടിയൊക്കെ വരാറുണ്ട്. പിന്നെ ഞാൻ അടുത്ത സെറ്റ് പോകാനായിട്ട് ഞാൻ ഇവിടെ എത്തി. ഇവിടുന്ന് ഞാൻ ഒരു 1.5 മുഴം പൂ വാങ്ങിച്ചു. പിന്നെ ഈ അടുത്തായിട്ട് ചക്ക വാങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ചെറിയൊരു ചക്ക വീട്ടിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പം കണിക്ക് വെക്കാനായിട്ട് ഞാൻ ഒരു ഇലയൊക്കെയുള്ളൊരു ചക്കയും കൂടെ നോക്കി വാങ്ങാമെന്ന് ഓർത്ത് ഇത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ചേട്ടന് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരുവിധം ഞാൻ അപ്പുറത്തെ ഒരു ചേച്ചിയുടെ ഇതൊക്കെ പറഞ്ഞ് പൈസയൊക്കെ സെറ്റാക്കി. അങ്ങനെ പോകുന്നപ്പോഴാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഓട്ടോയിൽ ഒരു ചേട്ടന് ഇഷ്ടംപോലെ പൈനാപ്പിളൊക്കെ വിൽക്കുന്ന കണ്ടത്. സോ നമ്മുടെ ഇത് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അടുത്ത കടയിലോട്ട് പോന്നു. ഈ കടയിൽ ഞാൻ ഇത്രയും നാളായിട്ട് ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ചേച്ചിയുടെയും ഞാൻ ഓരോ കണിക്കൊന്നൊക്കെ വാങ്ങിച്ചു. 40 രൂപയായിരുന്നു കേട്ടോ ഒരെണ്ണത്തിന്. ഞാൻ ചേച്ചിയുടെ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് തിരിഞ്ഞപ്പോഴുണ്ട് ഈ കടയിൽ കുറേ കുട്ടി സാധനങ്ങൾ വിൽക്കുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി. ആ പീഠത്തിനൊക്കെ 1200 രൂപയൊക്കെയാണ് കേട്ടോ. ഞാൻ ആ കടയിൽ നിന്ന് പിന്നെ വാങ്ങിച്ചത് ഈ കുങ്കുമത്തിൻ്റെ ചെപ്പും നവധാന്യത്തിൻ്റെ ഇതുമാണ് കേട്ടോ. അതിട്ട് വെക്കാനായിട്ട് ചെറിയൊരു തട്ടവും കൂടിയാണ് വാങ്ങിയത്.
ആ ഒരു തട്ടത്തിന് 60 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു കുഞ്ഞു സാധനം ആയതുകൊണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ചെറിയ സാധനമൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ലതായിരുന്നു. അവിടുന്ന് ഞാൻ പിന്നെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് തിരിച്ചു. കാരണം വെയിലൊക്കെ കൊണ്ട് എനിക്ക് ആകെ ഒരു പരിപ്പിളകിയ അവസ്ഥയായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പണികൾ ആദ്യം അങ്ങോട്ട് പോയ ആവേശമൊന്നും ഇങ്ങോട്ട് ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വിളക്ക് കഴുകാനും വീട്ടിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ടും ഒക്കെ ഉണ്ട്. ഡൂഡു എന്തായാലും സൈക്കിൾ ചവിട്ടാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ എന്താ വീട്ടിലെത്തി എൻ്റെ മേജർ പണികളൊക്കെ തുടങ്ങി. വീഡിയോ ഒക്കെ എടുത്ത് തരുന്ന ചേട്ടനാണ് കേട്ടോ. എനിക്ക് ക്യാമറ സ്റ്റാൻഡൊക്കെ പഴയതുണ്ടായിരുന്നു, അതൊക്കെ ഇനി ഒന്ന് പൊടി തട്ടി എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഈ ഗണപതിയുടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരുമ്പം ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഇത് വേറൊരു ഗണപതിയാണ്. അങ്ങനെ വിളക്കൊക്കെ കഴുകാനായിട്ട് തുടങ്ങി. ഇത് അമ്മ ഉണ്ടാക്കി തന്നൊരു കൂട്ടാണ് കേട്ടോ. നമ്മുടെ ഗോതമ്പ് പൊടിയും ഉപ്പ്, വിനാഗിരി, മഞ്ഞൾപ്പൊടി അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഇട്ടിട്ടുള്ളതാണ്. കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓർത്തു വൈകുന്നേരം ഒന്ന് തൃപ്പൂണിത്തുറയ്ക്ക് ഇറങ്ങാമെന്ന്. വൈകുന്നേരം അങ്ങോട്ട് അടുക്കാനേ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ തൃപ്പൂണിത്തുറയുടെ യഥാർത്ഥ തിരക്കെന്ന് പറയുന്നത്. കുറേ കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെറിയ ചെറിയ കച്ചവടക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി ഈ കടകളൊക്കെ തന്നെ ഓപ്പൺ ആയിരുന്നു. ഞങ്ങൾ 2 വീലറിനാണ് കേട്ടോ പോയത്. എന്തായാലും കാറും കൊണ്ടൊന്നും അങ്ങോട്ട് പോയാൽ ഉടനെ ഒന്നും എത്തില്ല. പിന്നെ ഈ റൈറ്റ് സൈഡിലുണ്ടല്ലോ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഈ കട ഉണ്ടോ. ഞാൻ ഇത്രയും നാളായിട്ട് ഈ കടയിൽ കയറിയിട്ടില്ല ഇതുവരെ. ഒരുപാട് നല്ല നല്ല ചുരിദാർ പീസുകൾ കാണാറുണ്ട്. അപ്പം ഈ കടയിലൊക്കെ ആണെങ്കിലും ഇപ്പോഴും തിരക്കിന് കുറവൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാണ്. അങ്ങനെ തൃപ്പൂണിത്തുറയൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഞങ്ങൾ കുറച്ച് പടക്കവും കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചു. സൗണ്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങിച്ചില്ല കേട്ടോ. കാരണം ഡൂഡുവിന് അതൊക്കെ ഇത്തിരി പേടിയുള്ള ഇതാണ്. പിന്നെ അപ്പുറത്താണെങ്കിലും ഞങ്ങൾക്കൊരു കുഞ്ഞു വാവയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കമ്പിത്തിരി, പൂത്തിരി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നേ. ഞങ്ങൾ ആകെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇതിപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിനടുത്ത് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. കാരണം വീട്ടിലായാലും ഞാനും ചേട്ടനും അമ്മയും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിയനാണെങ്കിലും ജോലിക്ക് പോയി. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അവർ പൊതുവേ വിഷുവിൻ്റെയൊക്കെ അടുത്ത ദിവസമാണ് വരാറുള്ളത്. അവൻ കുറേയൊക്കെ എൻജോയ് ചെയ്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതെല്ലാം. കുറച്ച് നേരം ഞാനിതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഞാനും ഒരു കമ്പിത്തിരിയും ചക്രവും അതൊക്കെ കത്തിച്ചു. അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയൊക്കെ പുറത്തോടെ പോയിട്ട് വന്നിരുന്നു. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഇനിയാണ് എനിക്കെൻ്റെ മെയിൻ ടാസ്ക് കിടക്കുന്നത്. കണിയൊരുക്കാനായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മറിച്ചുമൊക്കെ കുറേ നേരം നോക്കും. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഈ പ്രാവശ്യം കണിക്കൊന്നപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കണിക്കൊന്നയും വാങ്ങിച്ചിരുന്നു. ഇനി അടുത്തത് ഈ കണിക്കൊന്ന ഇനി എവിടെ തൂക്കും എന്നുള്ളതാണ്. അപ്പം ഞാനിതൊക്കെ എടുത്തപ്പോൾ തന്നെ അതിൽ ഒരു തണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും കവറിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മിസ്സായിന്ന്. ഇനി അതൊക്കെ കുറച്ച് സൈഡിൽ ഞാൻ തൂക്കി കഴിഞ്ഞപ്പം ബാക്കി പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു. അപ്പം ഡൂഡു ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു ഇവിടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരാൻ. പണ്ട് ഞാനും അനിയത്തിയൊക്കെ ചെറുതായിരുന്നപ്പോഴായാലും അമ്മയൊക്കെ കണി ഒരുക്കുമ്പോഴത്തേക്ക് കുറേയൊക്കെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നോക്കിയിരിക്കും. അപ്പം അമ്മ പറയും ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പം എൻ്റെ മോനും ആ ഒരു ഫീലിങ്സൊക്കെ ഒന്ന് കിട്ടട്ടെ എന്ന് ഓർത്തു. ഞാൻ വിചാരിച്ചു അവൻ മടി കാണിക്കുമെന്ന് കേട്ടോ. പക്ഷെ ഒരു മടി കാണിച്ചില്ല. ഇന്നൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ എടുത്തുകൊണ്ടൊക്കെ വന്നു. ഇത് വെള്ളം എടുക്കാനും അരി എടുക്കാനും ഒക്കെ ആൾ കൂടെ തന്നെ നിന്നു. ഞാൻ വിചാരിച്ച ആശാൻ ഇച്ചിരി മടിയൊക്കെ കാണിക്കുന്നതാണ്. പക്ഷെ ഒരു മടിയുണ്ടായിരുന്നില്ല. ത്രൂ ഔട്ട് ഞാനത് അറേഞ്ച് ചെയ്യുന്നവരെ കൂടെ നിന്നു ആൾ. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ പിന്നിൽ നമ്മൾ രാവിലെ ആ കണിയായിട്ട് കാണുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് അതങ്ങനെയൊക്കെ സെറ്റായതെന്നൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. ഞാൻ പിന്നെ കുറേയൊക്കെ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പെറുക്കി വെക്കുക, ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്താമെന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്കൊന്നും ഞാനിപ്പോൾ കാണിക്കണില്ല കേട്ടോ. അത് വിഷുവിൻ്റെ അന്നത്തെ വീഡിയോയിലിടാം. കൃഷ്ണന് വാങ്ങിച്ച പൂവും അതൊക്കെ ഇനി ഇടാനായിട്ട് ബാക്കിയുണ്ട്. അവസാനം അതെല്ലാം ഇട്ട് ഫൈനൽ ലുക്കിൻ്റെത് ഒരു പുതിയ ദിവസം ഭംഗിയിൽ കാണുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.